ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കണ്ണ് എഴുതാൻ പറ്റുകയെന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ണ് എഴുതാനായിട്ട് ഐലൈനർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐലൈനർ ലുക്സും അതുപോലെ തന്നെ ഫംഗ്ഷൻസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ലുക്സും എല്ലാം കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ലുക്കാണ്. കണ്ണ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഒരുപാട് എഴുതാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് വരച്ചു കൊടുക്കുക. നമ്മുടെ ആ ഒരു മേലത്തെ കൺപീലിൻ്റെ തൊട്ട് മേലെ തൊട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഒരുപാട് കട്ടിയില്ല, ജസ്റ്റ് ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു തിക്നെസ്സിൽ മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലുക്ക്. അപ്പോൾ രണ്ടാമത്തെ ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ടൈപ്പാണ്. നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു ഐലൈനർ ലുക്കാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബേസിക്കായിട്ട് തന്നെയുള്ളതാണ്, കുറച്ച് കട്ടിക്ക് എഴുതി കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കട്ടിയിൽ എഴുതി കൊടുക്കുന്നതെന്ന് മാത്രമേ. നമ്മൾ ആ ഒരു ഇന്നർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം കട്ടി കൂട്ടി കൊടുക്കുന്നു. ജസ്റ്റ് വിങ്ങും കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് ചെയ്യണം. പക്ഷേ കുറച്ച് ഭംഗിയുള്ള ഒരു ഐലൈനർ ലുക്കാണ് നമ്മുടെ സെക്കൻഡ് എത്തത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത് ഒരു വിങ്ഡ് ഐലൈനറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു വിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു താഴത്തെ വാട്ടർ ലൈനിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഒരു കണ്ണിൻ്റെ ആ ഒരു മടക്ക് കാണുന്നില്ലേ, അവിടേക്ക് നമ്മളൊരു വിങ് പോലെ വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വിങ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ജസ്റ്റ് അങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ജസ്റ്റ് ആ ഒരു വിങ്ങിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വിങ്ഡ് ഐലൈനറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടാൽ നമുക്ക് നല്ല എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു വിങ്ഡ് ഐലൈനർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു നമ്മുടെ താഴത്തെ എന്താ പറയുക വാട്ടർ ലൈനും ആ ഒരു മടക്കും നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിന് ചേരുന്ന രീതിയിൽ തന്നെയുള്ളൊരു വിങ്ഡ് ഐലൈനർ ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ അധികം ആരും ചെയ്യാത്തതാണ്. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനോ ഫോട്ടോഷൂട്ടിനോ ഒക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. നമുക്ക് എന്താ പറയുക ഡബിൾ വിങ്ഡ് ഐലൈനർ ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു വിങ്ങിൻ്റെ താഴെ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്, കുറച്ചും കൂടെ താത്തിയിട്ട്. അപ്പോൾ ഈ ഒരു വിങ് വരയ്ക്കുമ്പോൾ പല രീതിയിൽ ചെയ്യുന്നതുണ്ട്. കുറച്ച് സെയിം ലെങ്ത്തിൽ ചെയ്യണതുണ്ട്, അതുപോലെ തന്നെ താഴത്തേന് കുറച്ച് ലെങ്ത്ത് കൂട്ടി ചെയ്യുന്നതുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൂട്ടി ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് തിക്നെസ് കുറച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ലുക്ക്. അപ്പോൾ അടുത്തൊരു ലുക്ക് നമ്മൾ പലരും ചെയ്യുന്നതായിരിക്കും ഡെയിലി. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വാട്ടർ ലൈനിൽ ഒന്നും എഴുതുന്നില്ല, കാജലോ ഐലൈനറോ ഒന്നും എഴുതുന്നില്ല. ജസ്റ്റ് അവിടെ പ്ലെയിൻ ആക്കി ഇട്ടതിന് ശേഷം താഴെ നമ്മുടെ ആ ഒരു ഐലാഷസിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചെറിയ കണ്ണാണ് അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കണ്ണാണെങ്കിൽ തന്നെ നല്ലൊരു കുറച്ചും കൂടി ഒന്ന് കണ്ണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കാനായിട്ട് കുറച്ചും കൂടി ഒന്ന് വലുപ്പം തോന്നിക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യണത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മേലെ നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമലായിട്ടുള്ള വിങ്ഡ് ഐലൈനർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ലുക്ക്. അപ്പോൾ അടുത്തൊരു ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇതിനകത്ത് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നേരത്തെ ഒരു മേലേക്ക് ഒരു വിങ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് താഴേക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ വേറൊരു വിങ് വരച്ചു കൊടുക്കണം ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണൊരു ഫിഷ് പോലെ ഇങ്ങനെ തോന്നും. ഇതിന് ഫിഷ് ഐന്നോ ഫിഷ് ടെയിലും അങ്ങനെയൊക്കെ പല പേരുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഓപ്പൺ വിങ് പോലെ എന്നാൽ ആ ഒരു ഫിഷ് ടെയിലിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് നമ്മുടെ ഐസ് ഇരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ലുക്ക്. അപ്പോൾ അടുത്തൊരു ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിങ്ഡ് ഐലൈനർ തന്നെയാണ്, ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു വിങ്ഡ് ഐലൈനറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ താഴത്തെ ആ ഒരു എന്താ പറയുക വാട്ടർ ലൈനിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ ആ ഒരു പിരുക്കത്തിൻ്റെ അങ്ങോട്ടേക്ക് നല്ല ഷാർപ്പായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ താഴേക്കും വരച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലോ ഇല്ലാത്ത ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു വിങ്ഡ് ഐലൈനറാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്കിയുള്ള നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐലൈനർ ലുക്ക്.
അപ്പോൾ അടുത്തൊരു ഐലൈനർ ലുക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ കണ്ണിൻ്റെ പകുതി പോർഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ താഴത്തെ ഒരു വാട്ടർ ലൈനിൻ്റെ അവിടെ നിന്ന് പകുതി വെച്ചിട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐലൈനർ ഒട്ടും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കാജൽ വെച്ച് ചെയ്താൽ കേട്ടോ. ഞാൻ ഐലൈനർ മാത്രം വെച്ചിട്ടായതുകൊണ്ടാണ് ജസ്റ്റ് ഐലൈനർ വെച്ചിട്ട് തന്നെ എഴുതി കൊടുക്കണം. എന്നാൽ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐലൈനർ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതാനായിട്ട് പറ്റുമോ എന്ന്. അപ്പോൾ നിങ്ങൾ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതുകയാണെങ്കിൽ ഭയങ്കര നമ്മുടെ ആ ഒരു ഐലാഷിനോട് ചേർന്ന് ഭയങ്കര താത്തിയിട്ട് വേണം എഴുതാനായിട്ട്. കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് എഴുതാനായിട്ട് പാടില്ല. ഐലൈനർ അത്ര നല്ലതല്ല നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ പോണത്. അപ്പോൾ ജസ്റ്റ് കണ്ണിൻ്റെ ഉള്ളിൽ എഴുതുകയാണെങ്കിൽ തന്നെ ആ ഒരു ഐലാഷിനോട് ചേർന്നിട്ട് എഴുതുക. അപ്പോൾ ഞാൻ വേറെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ വാട്ടർ ലൈൻ ഫില്ല് ചെയ്തതിന് ശേഷം താഴെ അതുപോലെ തന്നെ ഒരു പകുതി പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മേലെ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐലൈനർ ലുക്ക്. അപ്പോൾ അടുത്തൊരു ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ കുറച്ചൊരു ബോൾഡായിട്ടുള്ള ഒരു ഐലൈനർ ലുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ കോർണറും എന്താ പറയുക ഔട്ടർ കോർണറും ഏകദേശം സെയിം ആയിട്ട് വരണം. ഭയങ്കര തിക്നെസ് കുറച്ചിട്ട് വരണം. നമ്മുടെ ആ ഒരു നടുക്കത്തെ പോർഷൻ ഭയങ്കരമായിട്ട് കുറച്ച് കട്ടി കൂട്ടിയിട്ട് വേണം എഴുതാനായിട്ട്. ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ ഇന്നർ കോർണറും ഔട്ടർ കോർണറും കട്ടി കുറച്ചിട്ട് നടുക്ക് മാത്രം പൊന്തിയിട്ട് വരണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ലുക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു ഐലൈനർ ലുക്കാണ്. ഇപ്പോൾ കുറച്ചൊരു ഷേപ്പ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു ഷാർപ്പായിട്ടുള്ള വിങ്ഡ് ഐലൈനറും ഈ ഒരു ലുക്കും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് കുറച്ചും കൂടെ എന്താ പറയുക ഡിഫറെൻ്റ് ആക്കി കാണിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ താഴെ മാത്രം എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ചിലവർക്ക് താഴെ മാത്രമായിരിക്കും എഴുതാൻ ഇഷ്ടമുണ്ടാവുക. പക്ഷേ എൻ്റെ കണ്ണിന് താഴെ മാത്രം എഴുതി കഴിഞ്ഞാൽ കുറച്ചൊരു എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നും. അപ്പോൾ ജസ്റ്റ് നമ്മൾ താഴെ എഴുതാനായിട്ട് വാട്ടർ ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് നമ്മുടെ ആ ഒരു ഐലാഷിനോട് ചേർന്നിട്ട് മാത്രമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാട്ടർ ലൈൻ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ നിന്ന് എഴുതി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത്യാവശ്യം കട്ടിക്ക് ഒരുപാട് കട്ടിയാക്കി കഴിഞ്ഞാൽ കുറച്ച് ബോറായിട്ട് തോന്നും. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ വിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നോർമലായിട്ട് താഴെ എഴുതി കൊടുക്കുകയാണ്. നമ്മൾ കാജലൊക്കെ വെച്ചിട്ട് എഴുതുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു കട്ടിക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐലൈനർ ലുക്ക്. അപ്പോൾ അടുത്ത ഐലൈനർ ലുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത് പലരും ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് കണ്ണൊക്കെ എഴുതാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൈനർ ലുക്കാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള താഴത്തെ ഒരു അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെ നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഒരു ചെറിയ വിങ്ങൊക്കെ ഇട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇന്നർ കോർണറും ഔട്ടർ കോർണറും കണ്ണിൻ്റെ ഉള്ളും എല്ലാം എഴുതിയിട്ടുള്ളൊരു ഐലൈനർ ലുക്കാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ മേലെ എഴുതി കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ. അപ്പോൾ ഈ ഒരു ഐലൈനർ ലുക്കും നമ്മുടെ കണ്ണിന് കുറച്ച് വലുപ്പം തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നർ കോർണർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിന് നല്ല വലുപ്പം തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വിങ്ങും കുറച്ച് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിന് നല്ല നീട്ടവും വലുപ്പമൊക്കെ തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐലൈനർ ലുക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിങ്ങും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഐലൈനർ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.